രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തെ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും പലയിടങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കേണ്ടി വരും. അതിന് എല്ലാ സംസ്ഥാനങ്ങളും അതാത് സംസ്ഥാനങ്ങളിലെ ആളുകളെ അതിർത്തി മേഖലയിലുണ്ടെങ്കിൽ അവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. പഞ്ചാബിൽ നിന്ന് മലയാളി വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുകയാണ്. മലയാളി സംഘടനകളുടെ കൂടി നേതൃത്വത്തിലാണ് ഈ ഒഴിപ്പിക്കൽ നടക്കുന്നത്. അനൂപ് ദാസാണ് അതിൻ്റെ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുക. അനൂപ്, കഴിഞ്ഞ ദിവസം തന്നെ കൺട്രോൾ റൂം തുറന്നിരുന്നു, നമ്പറുകൾ കൃത്യമായി നൽകിയിരുന്നു. എങ്ങനെയൊക്കെയാണ് ഈ ഒഴിപ്പിക്കൽ ഏകോപിപ്പിക്കുന്നത്? ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൃത്യമായി അത് നടപ്പിലാക്കുന്നുണ്ട്? പഞ്ചാബിലും രാജസ്ഥാനിലും ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലും ആയിരക്കണക്കിന് മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഈ മേഖലകളൊക്കെ ഇപ്പോൾ സംഘർഷഭരിതമാണ്. എല്ലായിടുമല്ല, ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ ഭാഗവും സംഘർഷഭരിതമല്ല, അതിർത്തി മേഖലകളിലെ കുഴപ്പമുള്ളൂ. പക്ഷേ ഇനിയും സംഘർഷം നീണ്ടുപോയാൽ അതൊരു പ്രശ്നമായേക്കാം എന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ മലയാളി വിദ്യാർത്ഥികളെ ഈ മേഖലകളിൽ നിന്ന് ഒഴിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചാബിലാണ് മലയാളി സംഘടനകൾ ഇടപെട്ടുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഡൽഹിയിലേക്കാണ് ഇപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിൽ മാറ്റുന്നത്. 4000-ഓളം മലയാളി വിദ്യാർത്ഥികൾ പഞ്ചാബിലുണ്ട് എന്നാണ് മലയാളി സംഘടനകളുടെ കയ്യിലുള്ള അനൗദ്യോഗികമായിട്ടുള്ള ഒരു കണക്ക്. ഇപ്പോൾ ഏതാണ്ട് 600-ലധികം പേരെ ബസ്സിലും ട്രാവലറിലുമൊക്കെയായി ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങൾ ഏർപ്പാടാക്കി അവരെ ഡൽഹിയിലേക്ക് അയക്കാനുള്ളൊരു ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് പ്രത്യേക തീവണ്ടികൾ ഇതിനു വേണ്ടി അനുവദിക്കണമെന്ന ആവശ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. രാജസ്ഥാനിൽ നിന്നും സമാനമായി ജമ്മു കാശ്മീരിൽ നിന്നും വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടക്കുന്നു. ഡൽഹിയിൽ ഒരു കൺട്രോൾ റൂം തുടങ്ങിയിട്ടുണ്ട്. നോർക്കയുടെ നേതൃത്വത്തിലാണ് ആ കൺട്രോൾ റൂം. ആവശ്യമുള്ള ആളുകൾക്ക് ആ കൺട്രോൾ റൂം നമ്പറിലേക്ക് വിളിച്ചാൽ സഹായങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. ശ്രീ അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. നിമിഷ്, നമുക്ക് ഓർമ്മയുണ്ട് ഈ പെഹൽഗാമിൽ ഭീകരവാദികൾ ആക്രമണം നടത്തിയ സമയത്ത് പോലും വിനോദസഞ്ചാരികളായിരുന്നു, അതിൽ മലയാളികളുണ്ടായിരുന്നു. പല സംസ്ഥാനങ്ങളിൽ നിന്ന് കശ്മീരിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വന്ന ആളുകളാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ അതിർത്തി മേഖലയിലൊക്കെ ഉള്ള ആളുകളെ അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഒഴിപ്പിക്കാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ രാജ്യം കടക്കുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ പാനിക്കാവുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. കൃത്യമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. കൃത്യമായി സൈറണുകൾ മുഴുകുകയും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുകയും ആളുകളുടെ സാധാരണഗതിയിലുള്ള സഞ്ചാരം മാറ്റിക്കൊണ്ട് പൂർണ്ണമായും സൈന്യം കാര്യങ്ങൾ ഏറ്റെടുത്ത് ആ ആക്രമണങ്ങളെ ചെറുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അതിർത്തി മേഖലയിലുള്ള മലയാളികളാണെങ്കിലും നിലവിൽ പലവിധ വാർത്തകൾ വരാം, പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ രാജ്യം സുരക്ഷിതമാണ്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒഴിപ്പിക്കൽ എന്ന നടപടി അത് ഔദ്യോഗികമായി ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അതേപടി ആശങ്കയോ അല്ലെങ്കിൽ അസ്വസ്ഥതയോ ആകാതെ കൃത്യമായി പാലിച്ചുകൊണ്ട് മാറ്റി ഇന്ന സ്ഥലത്തേക്ക് മാറാൻ പറഞ്ഞാൽ അതിന് തയ്യാറാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. ചിലപ്പോൾ പല പരിമിതികളും ഒരുപക്ഷെ ഈ സാഹചര്യത്തിൽ നമുക്കുണ്ടായേക്കും. അത് നമ്മുടെ വ്യക്തിപരമായ അസൗകര്യങ്ങളെക്കാൾ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് വലുത് എന്ന ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. അതിനനുസരിച്ചുള്ള സഹകരണം എല്ലാവരും നമ്മുടെ സംവിധാനങ്ങളുമായി ചേർന്ന് നിൽക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.